ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് വാട്ടിയായിട്ടുണ്ട് നോക്കാം. രാവിലെ എണിച്ചപ്പാട് ഞാൻ മേരി ബിസ്ക്കറ്റും ചായയും കുടിച്ച്. മേരി ബിസ്ക്കറ്റ് ചായയിൽ മുക്കി തിന്നാൻ എനിക്ക് എന്തോരം ഇഷ്ടം. എന്നിട്ട് അത് കുടിച്ചിട്ടായിട്ട് അപ്പവും പിന്നെ പാട്സ് കറിയാണ്. പാട്സ് കറീനെ മഞ്ഞ ചാറാക്കിയത്. ചാറും പിന്നെ നേരിയിട്ടുള്ള ദോശ അടുപ്പിൽ ചുടുന്ന ദോശക്കല്ലിൽ ചുടുന്ന ദോശയും കൂട്ടിയിട്ട് പിന്നെ ഒരു കട്ടൻ ചായയും കുടിച്ച് അങ്ങനെ രാവിലത്തത് കഴിഞ്ഞ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കായി. ഉച്ചക്കത്തേക്കായിട്ടാകുമ്പോൾ ഉച്ചക്ക് ഈ രാവിലത്തെ കറിയും ഉണ്ടായിന്, പിന്നെ ഒരു സാമ്പാറും ആക്കീന്, പിന്നെ ആംപ്ലേറ്റും ആക്കീന്. അങ്ങനെ ആംപ്ലേറ്റും സാമ്പാറും പിന്നെ രാവിലത്തെ പാർട്സ് കറിയും എല്ലാം ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറെല്ലാം വെച്ചിട്ട് അവിടെ ഇരിക്കുന്നിട്ടാകുമ്പോഴത്തേക്ക് ബൈറ്റാകുമ്പോഴത്തേക്ക് കട്ടൻ ചായയും ഡോണറ്റും തിന്നും. ഡോണറ്റ് അടുത്ത ആദ്യത്തെ പീടികയിൽ ഡോണറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബേക്കറിയിൽ നിന്ന് ഇങ്ങനെ കേക്കെല്ലാം തിന്നതല്ലാണ്ട് ഡോണറ്റ് ഇതുവരെ തിന്നിട്ടുണ്ടാവില്ല. അപ്പം ഡോണറ്റിൻ്റെ ടേസ്റ്റ് നോക്കാറുണ്ട്. അങ്ങനെ ഡോണറ്റും മേടിച്ചിട്ട് 125 അങ്ങനെ ഡോണറ്റും തിന്ന്. പിന്നെ നെയ് കേക്ക് ഉണ്ടായിന്, നെയ് കേക്ക് തിന്ന്. അപ്പോൾ അപ്പുറത്തെ പുരയിന്ന് ആടെ ചീരണി കഴിഞ്ഞ മോളെ കുറച്ച് മധുരമെല്ലാം കൊണ്ടുവന്ന്, അപ്പം അതും തിന്ന്. എന്നെല്ലാം ഓരോന്നെടുത്ത് തിന്ന്. മൈസൂർ പാർക്ക്, ജിലേബി, പിന്നെ മാൽപ്പൊരി, ലഡു എല്ലാം തിന്ന്. പിന്നെ ഞാൻ പൊട്ടിച്ച ബിസ്ക്കറ്റ് ഉണ്ടായിന്, അതും ചായ കൂട്ടിയിട്ട് തിന്നിട്ടാകുമ്പോഴത്തേക്ക് അത് നമ്മുടെ ചായ കുടി അങ്ങനെ ഇരുന്നിട്ടാകുമ്പോഴത്തേക്ക് രാത്രിയായി. ടൈം പോകുന്നത് അറിയുന്നേയില്ല, പെട്ടെന്ന് പോകുന്ന ടൈമല്ല. അപ്പോൾ രാത്രി എന്താക്കി, ഇപ്പോൾ കൊല്ലിയെത്തുന്ന ഇറച്ചിക്കറി വേണം തന്നെ. അപ്പോൾ അതെല്ലാവർക്കും തേരാലോ. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിച്ചപ്പലെല്ലാം ഇട്ടിട്ട് കുറച്ച് ചില്ലിയിട്ടായിട്ട് കൊല്ലിയെത്താ കറി കൂട്ടിയിട്ടാകുമ്പോൾ കുറച്ച് നല്ലോണമായി. പിന്നെ എന്തോ എണ്ണക്കടി ഉണത്തണേന് അതും അതിലേക്ക് ഇട്ടിട്ടായിട്ട് അതിന് ഞാൻ അതും കൂട്ടിയിട്ട് ഇറച്ചിക്കറി തിന്ന്. പിന്നെ ചോറും ഇറച്ചിക്കറിയും അതും മിക്സ് ആക്കിയിട്ട് തിന്നു. അങ്ങനെ ഇന്നത്തെ വാട്ടേറ്റിൻ്റെ കഴിഞ്ഞു. ബായ്.